മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ വീട്ടിൽ പോലീസ് അർദ്ധരാത്രിയിൽ അനാവശ്യ പരിശോധന നടത്തിയ സംഭവത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. മുസ്ലിം ലീഗ് ഭാരവാഹികളായ M അബ്ദുറഹ്മാൻ കുട്ടിയുടെയും CH അബൂബക്കർ സിദ്ദീഖ് എന്നിവരുടെ വസതിയിൽ 22-ന് പുലർച്ചെ 1 മണിയോടെ താനൂർ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തിയാണ് പരിശോധന നടത്തിയത്. യാതൊരു പ്രകോപനമോ സംഘർഷങ്ങളോ നിലവിലില്ലാത്ത സമയത്താണ് ഈ അതിക്രമമുണ്ടായത്. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രകടനങ്ങൾക്കെടുത്ത രാഷ്ട്രീയ സ്വഭാവമുള്ള കേസുകളല്ലാതെ മറ്റു ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇവരുടെ പേരിൽ നാളിതുവരെ കേസുകളോ ഒന്നുമില്ലാത്ത ഇവരെ അർദ്ധരാത്രിയിൽ വീട്ടിൽ വന്നു പരിശോധന നടത്താനുണ്ടായ സാഹചര്യം എന്താണെന്നത് ദുരൂഹമാണ്. തിരുവരങ്ങാടി മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം 39 കൗൺസിലർമാരും 33 ലീഗുകാരാണ്. അത്രത്തോളം പാർട്ടിക്ക് സ്വാധീനമുള്ള പാർട്ടിയുള്ള മുസ്ലിം ലീഗ് തിരുവരങ്ങാടിയിൽ അർദ്ധരാത്രി 1 മണിക്ക് ശേഷം ഒരു പോലീസ് സംഘം ഈ 2 പേരുടെയും വീടുകളിൽ വന്ന് അന്വേഷണം നടത്തുകയാണ്. ഇവരെ വീടറിയാത്ത പോലീസുകാർ വന്ന് ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ ചോദിച്ച് അബൂബക്കറിൻ്റെ വീട് ഏതാ, അബ്ദുറഹ്മാൻ കുട്ടിയുടെ വീട് ഏതാ എന്ന് ചോദിച്ച് ചുറ്റുപാടൊക്കെ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടാണ് വരുന്നത്. ഒരു വീട്ടിൽ അബൂബക്കർ ഉണ്ടായിരുന്നില്ല. അവിടെ വൃദ്ധരായ മാതാപിതാക്കളെയും ഭീഷണിപ്പെടുത്തി അവരോട് അബൂബക്കറിനെ പറ്റി ചോദിച്ചു എന്ന് പറഞ്ഞാൽ കൊടും ഭീകരരെ അന്വേഷിച്ച് വരുന്ന പോലെ അർദ്ധരാത്രിയിൽ പൊതുപ്രവർത്തകരെ അന്വേഷിച്ച് വരിക. ഇവരുടെ പേരിൽ കുറ്റകൃത്യങ്ങളൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എന്ന നിലക്ക് രാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേസുകളുണ്ടാവും. പ്രകടനം നടത്തിയ കേസ്, ധർണ നടത്തിയത്, സത്യാഗ്രഹം നടത്തിയതൊക്കെ ഉണ്ടാവും. അതിന് ഇങ്ങനെ രാത്രി 2 മണിക്കൊക്കെ വീട്ടിൽ കയറി വന്ന് വൃദ്ധരായ മാതാപിതാക്കളും പിഞ്ചു കുട്ടികളും ഒക്കെ എല്ലായിടത്തും വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നതിന് പൊതുപ്രവർത്തകരെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞു പിടിക്കുന്ന നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പരാതിയിൽ പറയുന്നു. വിഷയത്തിൽ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. വിഷയത്തിൽ ഗൗരവപൂർവമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും PMA സലാം ആവശ്യപ്പെട്ടു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.